ഇന്ന് എൻ്റെ യാത്രക്കിടയിൽ ഒരു മൺപാത്ര വിതരണക്കട കാണാനിടയായി. എറണാകുളം ജില്ലയിലെ വടക്കൻ മേഖലയായ കോലഞ്ചേരിയിൽ. അന്യം നിന്നുപോയ കുടിൽ വ്യവസായം, മൺമറഞ്ഞുപോയ മൺപാത്രത്തിലെ പാചകം, ഗ്യാസ് അടുപ്പിൻ്റെ മേന്മയിൽ, ഗുണങ്ങളിൽ വിറകടുപ്പിലെ പാചകവും അതിൻ്റെ രുചിയും അപ്രത്യക്ഷമായ ചരിത്രം. ഇതോടെ മൺപാത്രത്തിലെ പാചകവും നിലച്ചു. വീണ്ടും മൺപാത്ര വിപണി സജീവമായത് കണ്ട് പഴയകാല ഓർമ്മ ഓടിയെത്തി. ചോറ് വയ്ക്കാൻ മൺകലം, മീൻ കറിക്ക് വേണ്ട മൺചട്ടി, അടപ്പ് പാത്രങ്ങൾ, കഞ്ഞിപ്പാത്രങ്ങൾ, അപ്പച്ചട്ടികൾ, ചെടിച്ചട്ടികൾ, വിവിധ വലിപ്പം, വിവിധ ആകൃതികൾ, ചെറിയ അച്ചാറുകുടങ്ങൾ, മോരുകറിക്കുള്ള പാത്രങ്ങൾ, സാമ്പാർ സൂക്ഷിക്കാൻ എന്നിവയ്ക്ക് വേണ്ട മോരാക്കാനും മോര് സൂക്ഷിക്കാനും പോന്ന മീഡിയം സൈസ് കലം. ഇങ്ങനെ ഓർമ്മയിൽ പഴയകാല പ്രൗഢഗംഭീരമായ ജീവിത രീതി അലയടിച്ചു. വെള്ളം നിറയ്ക്കുവാൻ മൺകുടം, അരിയും മറ്റ് അടുക്കള സാധനങ്ങളും സൂക്ഷിക്കുന്ന വാവട്ടം കുറഞ്ഞ കലങ്ങൾ, വിവിധ വലിപ്പത്തിൽ, ജാറുകൾ, ചാറകൾ, അങ്ങനെ മൺപാത്രങ്ങൾ കുടുംബങ്ങളുടെ പ്രൗഢിക്കനുസരിച്ച് സുലഭം. പ്രധാനമായും വലിയ പാത്രങ്ങൾ കണ്ടെയ്നറുകളായി ഉപയോഗിച്ചിരുന്നു. പോയകാല ഓർമ്മകൾ ഓടിയെത്തി. ഇന്ന് സന്ധ്യയുടെ മൺപാത്രക്കട കണ്ടപ്പോൾ പഴയകാല പ്രതാപം വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ ജാറുകൾ, വിഗ്രഹങ്ങൾ, ആരാധനാമൂർത്തികൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഭരണികൾ, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാത്രശേഖരം. വിവിധ ആകൃതികൾ, വിവിധ വലിപ്പങ്ങൾ, കൊത്തുപണികൾ, ചിത്രപ്പണികൾ, കടഞ്ഞെടുത്തവ. ചെടിച്ചട്ടികളിൽ തന്നെ ഉണ്ട് വിവിധ രൂപവും ഭാവവുമുള്ളവ. വലിയ പരന്ന മൺപാത്രങ്ങൾ ചെടിച്ചട്ടിയായി, അതുപോലെ താമരയും ആമ്പലും നടാൻ ഉതകുന്ന വലിയ വലിയ നല്ല ചിത്രപ്പണികളോടുകൂടിയ ചെടിച്ചട്ടികൾ. അതിലൊരാമ്പലോ താമരയോ വിരിഞ്ഞ് മുറ്റത്ത് നിൽക്കുന്നത് വളരെ കൗതുകകരമായൊരു കാഴ്ചയായിരിക്കും. അങ്ങനെ കറുപ്പും ചെങ്കല്ലും നിറത്തിലും ചേർന്ന കറിച്ചട്ടികൾ. എന്തിനു പറയുന്നു, എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റങ്ങളും, ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതും എല്ലാം ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഇനി സന്ധ്യ എങ്ങനെ ഈ സംരംഭത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് പേരൻസിൻ്റെ സംരക്ഷണം ആവശ്യമായപ്പോൾ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ജോലി സന്ധ്യ ഉപേക്ഷിച്ചു. വീടിനോട് ചേർന്നുള്ള കടമുറി പലരും വാടകയ്ക്ക് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായ ഒരെണ്ണം തുടങ്ങിക്കൂടാ എന്ന ചിന്ത മനസ്സിൽ കടന്നുകൂടി. ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനം കൂടിയായപ്പോൾ ഈ പ്രസ്ഥാനം രൂപം കൊണ്ടു. പിതൃക്കളുടെ കുലത്തൊഴിലായ മൺപാത്ര മേഖല തന്നെ സന്ധ്യയും കുടുംബവും തിരഞ്ഞെടുത്തു. അതിൽ സന്ധ്യയ്ക്കും കുടുംബത്തിനും വേണ്ട വരുമാന മാർഗം
ലഭിക്കുന്നുണ്ട്. മൺപാത്രങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്നില്ല. അവ യഥേഷ്ടം സുലഭമാണ്. ഗൃഹാതുരത്വം കൊണ്ടും ഭംഗി കൊണ്ടും ആരോഗ്യ പരിപാലനം പരിഗണിച്ചും വില നോക്കാതെ വാങ്ങാൻ ധാരാളം പേർ ഇവിടെ എത്തുന്നു. അങ്ങനെ സന്ധ്യയ്ക്കും ഡ്രൈവറായ ഭർത്താവിനും പെൺമക്കൾക്കും മറ്റൊരു വരുമാന സ്രോതസ്സായി മൺമറഞ്ഞുപോയ ഈ മൺചട്ടി വിപണി വിസ്മൃതിയിലാണ്ട ഒരു കരകൗശല വിദ്യയിലൂടെ സധൈര്യം മുന്നോട്ട് വന്ന സന്ധ്യയ്ക്കും കുടുംബത്തിനും വിജയാശംസകൾ നേരുന്നു. അഭിവാദ്യങ്ങൾ.